വെട്ടാൻ ശ്രമിച്ചവരെ വിരട്ടി KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പാർട്ടി നേതാക്കൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചു. ആ ദയനീയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ കണ്ടത്. ചുമതല കൈമാറേണ്ടിയിരുന്ന ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പോലും എത്തിയില്ല. ഇതോടെ സുധാകരനെതിരെ പാർട്ടിയിലെ പടനീക്കം മറന്നീക്കി പുറത്തു വന്നു. ആൻ്റണിയെ വീട്ടിൽ പോയി സന്ദർശിച്ച ശേഷമാണ് സുധാകരൻ ഇന്ദിരാഭവനിലെത്തിയത്. നേതാക്കൾ ആരുമില്ലായിരുന്നെങ്കിലും സുധാകരനൊപ്പമെത്തിയ 4, 3, 7 പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു. ധീര ധീര സുധാകര, ധീരതയോടെ നയിച്ചോളൂ, ലച്ചം ലച്ചം പിന്നാലെ. ആ മുദ്രാവാക്യം വിളി കേട്ട മാധ്യമപ്രവർത്തകർ തിരിഞ്ഞു നോക്കിയപ്പോൾ ലച്ചം പോയിട്ട് 10 പേര് തികച്ചില്ല. പ്രസിഡൻറ്റിൻ്റെ മുറിക്കുള്ളിൽ സുധാകരൻ കയറിയപ്പോൾ നേരത്തെ ഇട്ടിരുന്ന കസേരകൾ മാറ്റിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. ഹസൻ ഇരുന്ന കസേര മാറ്റിയിട്ടിട്ടാണ് സുധാകരൻ വേറെ കസേരയിട്ട് ചുമതല ഏറ്റെടുത്തത്. ഒന്ന് മാറി നിന്നപ്പോൾ കസേര വലിക്കാൻ ശ്രമമുണ്ടായോ എന്ന മാധ്യമപ്രവർത്തകരുടെ കുസൃതി ചോദ്യത്തിന് അങ്ങനെയൊന്നും തന്നെ ഇറക്കി വിടാനാവില്ലെന്നായിരുന്നു സുധാകരൻ്റെ മറുപടി. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ പോയപ്പോഴാണ് ചുമതല ഹസന് നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ചുമതലയേൽക്കാൻ സുധാകരൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ആദ്യം KC വേണുഗോപാലും VD സതീശനും ചേർന്ന് അതിന് തടയിട്ടു. BJPയിൽ പോകുമെന്ന് ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് വീണ്ടും ചുമതലയേൽക്കാൻ അനുമതി ലഭിച്ചത്. വീണ്ടും ചുമതലയേൽക്കുന്നത് ഔദ്യോഗിക ചടങ്ങല്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണമെങ്കിലും ചുമതല കൈമാറാൻ ഹസൻ എത്താതിരുന്നത് സുധാകരനൊരടിയായി. അതിൽ സുധാകരൻ നാണം കെട്ടു. പക്ഷേ ആ ജാള്യത മറയ്ക്കാൻ സുധാകരൻ സതീശന് ബഹുമുഖ പ്രതിഭയായതുകൊണ്ട് തിരക്കുണ്ടാകുമെന്ന് പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ ബാധിക്കുക സുധാകരനെയാണെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിലുണ്ടായത്. 20ൽ 20 സീറ്റ് നേടുമെന്ന് വിലയിരുത്തിയെങ്കിലും സംഘടനാ സംവിധാനത്തിൻ്റെ പോരായ്മ ഉണ്ടായുവെന്നും അതിനെതിരെ പലരും വിമർശിക്കുകയും ചെയ്തു. ഫലപ്രഖ്യാപനത്തിൽ തിരിച്ചടിയുണ്ടായാൽ സുധാകരനെ ഒഴിഞ്ഞേ പറ്റൂ. അപ്പോഴും BJPയിൽ പോകുമെന്ന് ഭീഷണി മുഴക്കും. ഒരു സംശയവും വേണ്ട. എൻ്റെ പൊന്നു സുധാകര, നിങ്ങൾ BJPയിൽ പോവും, ഈ പാർട്ടി രക്ഷപ്പെടട്ടെ. നിങ്ങളിപ്പോൾ പോവും എന്ന് പറഞ്ഞ് വിരട്ടാതെ BJPയിൽ ചെന്നാൽ ആ പാർട്ടി രക്ഷപ്പെടും. അല്ലാതെ ഞാനിപ്പോൾ പോകുമെന്നൊക്കെ വിരട്ടൽ നടത്തിയിട്ട് എന്തിനാ ഈ അള്ളിപ്പിടിച്ച് ഈ കസേരയിലിരിക്കുന്നത്? അങ്ങനെ ഇരിക്കാതെ പോകുന്നതല്ലേ ഒരു നിമിഷം മുമ്പേ പോകുന്നതാണ് നല്ലത്.